ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പേള് വെച്ചിട്ട് ഒരു കൈച്ചേൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാനാണ് കേട്ടോ. അപ്പൊ പല പല മോഡൽ ഉണ്ട്. അപ്പൊ അതിലൊരു മോഡൽ ഞാൻ ഇന്ന് കാണിച്ചു തരാം. അപ്പൊ അതിനായിട്ട് ഞാനിത് പേള് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പർപ്പിൾ കളറിന്റെ, പിന്നെ സിൽവർ കളറിന്റെ ഒരു ചെറിയ ചെറിയ മുത്തുകളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വലിയൊരു ടങ്കീസ് ഇത് രണ്ടാക്കി മടക്കിയിട്ട് അതിന്റെ നടുക്കായിട്ടാണ് കൊളുത്തത് കോർത്തിടുന്നത്. അപ്പൊ ദേ ഇതേപോലെ കണ്ട. എന്നിട്ട് പിന്നെ രണ്ട് സിൽവറിന്റെ മുത്തും കൂടി ഒരുമിച്ച് രണ്ട് ലെയറും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് ആ സിൽവറിന്റെ മുത്ത് രണ്ടെണ്ണം ഇടുന്നത്. അപ്പൊ ലോക്ക് ആവുമല്ല, ലോക്ക് നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. കണ്ട. എന്നിട്ട് പിന്നെ ആ രണ്ട് ലെയർ ആക്കൂട്ട ടങ്കീസ് രണ്ട് ലെയർ ആക്കിയിട്ട് ഒരു പേളും പർപ്പിൾ കളറിലെ പേളും സിൽവർ കളറിന്റെ ഒരു മുത്തും പിന്നെ പേള് പിന്നെ ഒരു സിൽവർ കളറ് അങ്ങനെ മിക്സ് ചെയ്തിട്ട് അപ്പുറത്ത് 4 ഇപ്പുറത്ത് 4 കാരണം രണ്ട് പേളും രണ്ട് സിൽവറും അങ്ങനെ രണ്ട് സൈഡും കോർത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതേപോലെ കോർത്തെടുക്കണം കേട്ടോ. രണ്ട് ലെയറിലും കണ്ട ഒരു പേള് മറ്റേ പർപ്പിൾ കളറിലെ പേളിന്റെ മുത്തും സിൽവർ കളറിന്റെ മുത്തും എന്നിട്ട് ഇതേപോലെ രണ്ടും കൂടി ഇങ്ങനെ കെട്ടണം. കണ്ട, 2 പ്രാവശ്യം ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടണം. അപ്പൊ ഇതേപോലെ കിട്ടും. അതിനുശേഷം നമുക്ക് ഈ രണ്ട് പ്രാവശ്യം കെട്ടിയിട്ട് പിന്നെ ഈ രണ്ട് ലെയർ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് ഒരു സിൽവറിന്റെ മുത്ത് കോർത്ത് കൊടുക്കാം. അപ്പൊ സിൽവറിന്റെ മുത്ത് ഇപ്പൊ രണ്ട് ലെയർ ഒരുമിച്ച് പിടിച്ച് കോർത്ത ശേഷം പിന്നെ അത് രണ്ട് ലെയർ ആക്കിയിട്ട് നേരത്തെ നമുക്ക് ഓർത്തില്ലേ പേളും പർപ്പിൾ കളറിന്റെ മുത്തും അതുപോലെ തന്നെ സിൽവറിന്റെ മുത്തും ആ സൈഡും മിക്സ് ചെയ്ത് രണ്ടെണ്ണം ഈ സൈഡും രണ്ടെണ്ണം, ഒരു പേള് ഒരു സിൽവർ പിന്നെ ഒരു പേള് അതുപോലെ തന്നെ രണ്ട് സൈഡും അതേപോലെ തന്നെ കെട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാരെ? അപ്പൊ ഇപ്പത്തെ ട്രെൻഡ് ആണല്ലോ ഇതേപോലത്തെ കൈച്ചേനും കമ്മല് മാല ഒക്കെ ഇപ്പത്തെ ട്രെൻഡാണ്. ആരും ഇപ്പൊ സ്വർണ്ണം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഓരോ ഡ്രസ്സിനനുസരിച്ച് ഇങ്ങനത്തെയാണ് ഇടുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ആദ്യം ഇതുണ്ടാക്കി കാണിച്ചു തരാം. പിന്നെ അടിപൊളി മാല ഡിസൈൻ ഉണ്ട്, മാല ഉണ്ടാക്കുന്ന ഡിസൈൻ നല്ല ഡിസൈനാണ് കേട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഞാൻ അടുത്തത് ഇതേപോലത്തെ ഈ മുത്തല്ല കേട്ടോ, അത് വേറെ മുത്ത് വെച്ചിട്ട് നെക്ലസ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതേപോലെ നമുക്ക് എല്ലാം കോർത്തെടുക്കാം. കണ്ടങ്ങനെ കെട്ടിട്ടിട്ട് പിന്നെ ഒരു സിൽവറിന്റെ മുത്ത് അങ്ങനെ നമുക്ക് എളുപ്പം കോർത്തെടുക്കാം. ടങ്കീസാണ് പെട്ടെന്ന് നമുക്ക് കോർത്തെടുക്കാൻ പറ്റും. മറ്റേ നൂലൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ്, അതുപോലെ പെട്ടെന്ന് പൊട്ടിപ്പോവും. ടങ്കീസാകുമ്പോ പൊട്ടൂല. അപ്പൊ എല്ലാവർക്കും ഇതേപോലത്തതൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാനോ എന്ന് വിചാരിച്ചത്. അപ്പൊ വ്ളോഗ് കുറെ ദിവസമായി ഞാൻ ഇട്ടിട്ട് എല്ലാ ഷോർട്ട് വീഡിയോ ആണ് ഇപ്പൊ ഞാൻ ഇടുന്നത്. അപ്പൊ വ്ളോഗ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ പിന്നെ മടിയാവും. ഷോർട്ട് വീഡിയോ ആവുമ്പോ പിന്നെ പെട്ടെന്ന് എടുത്തയ്യോല്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എടീന്ന് എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാലോ, അപ്പൊ അതൊക്കെ ഒന്ന് ഇട്ട് കാണിക്ക് എന്ന് പറഞ്ഞു. അവൾക്കും ഉണ്ടാക്കി നോക്കാനായിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലുവയിലല്ലോ, അവളെ വീടൊക്കെ കൊച്ചിയിലാണ്. അപ്പൊ കൊച്ചിയില് എപ്പോഴും പോകാനൊന്നും പറ്റൂലല്ലോ, കുറച്ച് ദൂരമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഞാനത് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പൊ പിന്നെ ബ്ലൗസിന് എംബ്രോയിഡറി പേൾ വർക്ക് ഇല്ലേ, പേൾ വർക്ക് അതൊക്കെ അറിയാട്ടോ. അപ്പൊ ഫ്രണ്ട് പറഞ്ഞത് എനിക്ക് അതൊക്കെ ചെയ്ത് യൂട്യൂബിൽ ഇട്ടൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ അവിടെ അടുത്തുള്ള എൻ്റെ വീടിന്റെ അടുത്തുള്ള കടയിൽ പോയി, അവിടെ ഇതൊക്കെ ഉണ്ടായുള്ളൂ. നല്ല നല്ല മുത്തുകളൊക്കെ ഉള്ള കട ഉണ്ട്, അതൊക്കെ ആലുവ ടൗണിൽ പോണം. അപ്പൊ അവിടെ പോയി വാങ്ങിച്ചിട്ട് നല്ല നല്ല പേളുകൾ വാങ്ങിച്ചിട്ട് ഞാൻ ഇനിയും എൻ്റെ വീഡിയോയിൽ ഞാൻ ഇങ്ങനത്തേക്ക് ഉൾപ്പെടുത്താട്ടോ. അപ്പൊ നമ്മളത് ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ കൊളുത്താനുള്ള ഇത് കൂടി ഇടട്ടെ. എന്നിട്ട് അതും ഇതേപോലെ തന്നെ നടുക്ക് വെച്ചിട്ട് ഇതേപോലെ കെട്ടിയിടാം. അപ്പൊ ഇതിന്റെ കൊളുത്തണ സാധനവും ശരിക്കും വെള്ളിയാണ്, ഒറിജിനൽ വെള്ളിയാണ്. അപ്പൊ വെള്ളിന്റെ കഴിച്ചതിന് മോൻ്റെത് ഉണ്ടായിരുന്നു. അപ്പൊ കൊളുത്ത് കിട്ടല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ കൊളുത്ത് എടുക്കാന്ന് വിചാരിച്ചിട്ട് കൊളുത്ത് നല്ല വെള്ളിയാണ് കേട്ടാ. അതെ, എന്റെ കൈക്ക് ഇത്തിരി വലുതാണ്, എന്റെ കൈക്ക് വണ്ണമില്ലല്ലോ. അപ്പൊ അത് ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ പറ്റും. നമ്മുടെ ഡ്രസ്സിനനുസരിച്ചിട്ട് നമ്മൾ മുത്ത് വാങ്ങിച്ചാൽ ഒരു പാക്കറ്റിന് 15 രൂപയൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഡ്രസ്സിനനുസരിച്ച് വാങ്ങിച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പൊ എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായ കൂട്ടുകാരെ, ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ലൈക്ക് അടിക്കാൻ മറക്കാണ്ട് ലൈക്ക് ഒന്ന് അടിക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
അപ്പൊ അടുത്ത ഇന്നത്തെ വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമലൈക്കും.